അഖിൽ, യു ആർ സെലക്ടഡ്. നാളെ മുതൽ ജോയിൻ ചെയ്തോളൂ. താങ്ക് യു സാർ. വെൽക്കം ടു NRD IT ഹബ്. ബസ്സൊന്നും കാണുന്നില്ലല്ലോ. ചേട്ടാ, ബസ്സിന് എപ്പോഴാ? മോനെ ഇനി 2 മണിക്കൂർ കഴിഞ്ഞ ബസ് ഉള്ളൂ. 2 മണിക്കൂർ കഴിഞ്ഞുള്ളൂ? ആ, ജോലിയൊക്കെ ആയില്ലേ, ഇനി ഒരു ഉബറൊക്കെ ബുക്ക് ചെയ്യാം. ഉബറാണോ? ആ, ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ ഉണ്ട്. ആ, അത് തന്നെ. ആ, ഓക്കെ. ആ, അഖിലല്ലയോ? അതെ. കേറിക്കോ. ആ, പിന്നെ ഒന്ന് പറയണേ. ചേട്ടാ, 69:35. 69:35 അല്ലയോ? ചേട്ടാ, ആ, മുട്ടായി. എന്ത് പറ്റി? എനിക്ക് ജോലി കിട്ടിയായിരുന്നു. ആഹാ, NRD IT ഹബില്. ഓയ് അടിപൊളി, കൺഗ്രാറ്റ്സ്. താങ്ക് യു. കഴിച്ചിട്ട് വണ്ടി ഓടിക്കാം. ഇനി വേണം ലൈഫൊക്കെ സെറ്റാക്കാൻ. ആ, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഭാഗ്യം കേട്ടോ. ഇഷ്ടമുള്ളപ്പോൾ ജോലി ചെയ്താൽ മതി, ഇഷ്ടമുള്ളപ്പോൾ റെസ്റ്റ് എടുക്കാം. അത് ശരിയാ കേട്ടോ. എനിക്കാണെങ്കിൽ ഇഷ്ടമുള്ള സമയത്ത് ലീവ് എടുക്കാം. ഞാനാണ് ഇതിന്റെ ഓണറും, ഞാനാണ് ഇതിന്റെ എംപ്ലോയി. അത് ശരിയാ. പക്ഷെ ആകെ ഒരു ആശ്വാസം, സാലറി ഉണ്ട്. ഒരു 30 രൂപ കിട്ടും. ആ, ആട്ടെ, ചേട്ടൻ എത്ര കിട്ടും സാലറി? ഞാനൊരു 3000-4000 ഒക്കെ എങ്ങനെയാലും ഒപ്പിക്കും. മാസം 3000-4000 എന്ന് പറയുമ്പോ എന്തുകൊണ്ട് ചേട്ടാ? ഒരു മാസത്തെ കാര്യമല്ല, ദിവസമേ. ആ, ചിലപ്പം നല്ല ടിപ്പൊക്കെ കിട്ടുവാണെങ്കിൽ അതിന് മുകളിൽ പോകും കേട്ടോ. വണ്ടി നിർത്തിയ സാറേ, ഉബർ ടാക്സി ആയിരുന്നു. എവിടെ വയ്ക്കുന്നേ? എയർപോർട്ട് ഫ്രണ്ടിലോ? ഓക്കെ സാറേ, 2 മിനിറ്റ്. ഇപ്പൊ പോരാ. സാറേ, ഉബർ കയറിക്കോ. സാറേ, OTP എന്ന് പറയണേ. ഫോൺ 12:25. 12:25. അമ്മ അവളെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അമ്മ വിളിച്ചോണ്ടിരിക്കുവാ. അവള് മെഡിക്കൽ സ്റ്റോറില്, 100 NRD മെഡിക്കൽസ്. മാഡം, സ്റ്റോപ്പ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല വേറെ? ഓക്കെ മാഡം, എന്ത് പറ്റി കാര്യം? 4 വർഷം കൊണ്ട് എന്റെ മോൻ ഒരുത്തിയെ പ്രേമിക്കുക. ഈ പറഞ്ഞ മെഡിക്കൽ സ്റ്റോറിലെ പെണ്ണ്. അവക്കിപ്പോ ഇവനെ വേണ്ടാന്ന് വല്ല കാര്യമുണ്ടോ? അതാ ഞാൻ പറഞ്ഞ, അത് ഞാൻ ചോദിക്കാൻ വേണ്ടി അവിടെ ഇങ്ങോട്ട് വന്നതാ. ഞാനത് ചോദിക്കാറുള്ളൂ. അല്ല, അമ്മ ഇപ്പൊ എവിടുന്നാ വരുന്നേ? മോനെ, ഞാൻ ഗൾഫിൽ നിന്ന് വരുവാടാ. ഞാൻ ചോദിക്കാറുള്ളൂ കേട്ടോ. ചേട്ടാ, ഞാൻ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ തയ്യാറാ. പക്ഷെ അവളാണെങ്കിൽ ഇറങ്ങി വരാൻ തയ്യാറല്ല ചേട്ടാ. അമ്മ, NRD മെഡിക്കൽസ് ഇതേ അതാന്ന് കേട്ടോ. അതാണോ? നിർത്തേക്കട്ടെ. ഓക്കെ അമ്മ. എടാ, നീ പറയടാ. അയ്യോ, മുതലാളി ഒന്നും കുഴപ്പമില്ല. മുതലാളി ഇവിടെ രാവിലെ തൊട്ട് ഇവിടെ വന്നിരുന്ന് കൊതുവിനെ അടിച്ചു കൊല്ലു. അയ്യോ, ആകാശിന്റെ അമ്മ പോന്നില്ലല്ലോ. പറഞ്ഞോ. നിനക്ക് ഇവനെ ഇഷ്ടമാണോ? ആന്ന്. എടാ, നിനക്ക് അവനെ ഇഷ്ടമാണോ? ഇഷ്ടമാണെന്ന് പറയില്ലേ? പിന്നെ ആർക്കാ ഇവിടെ പ്രശ്നം? നീ എന്താ ഫോൺ വിളിച്ചെടുക്കാത്തെ? അത് പിന്നെ അമ്മ, എന്റെ അച്ഛനും അമ്മയ്ക്കും ഈ റിലേഷനോട് താല്പര്യമില്ല. എന്റെ അച്ഛനും അമ്മയും വെറുപ്പിച്ചിട്ട് ഈ കല്യാണം നടത്താൻ എനിക്കും താല്പര്യമില്ല. അതുകൊണ്ട് ഈ 5 വർഷം പഴക്കമുള്ള ഈ റിലേഷൻ ഞാനങ്ങ് വേണ്ടാന്ന് വെച്ചു. ഓ, മോക്ക് 5 വർഷത്തിനിടയ്ക്ക് ഇപ്പഴാണോ മോക്ക് ബോധം വീണേ? എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ. മോളെ, ഒരു സ്നഗ് ഇങ്ങെടുത്തേര്. ഏതാ? XXL ആണോ വേണ്ടേ? അതെടുത്തോ. കൂൾ പേ ആയിട്ടുണ്ടേ. വേടാ. വന്നിട്ടുണ്ട്. അവര് സാധനം എടുത്തില്ലല്ലോ. ഞാൻ വിളിക്കാം. ആകാശിന്റെ അമ്മേ. വേണ്ട, ഞാൻ കൊണ്ടേ കൊടുത്തോളാം. എന്നാ കൊടുക്കും. മാറ്. അമ്മ, എന്തായി? ഇതുപോലെ കൊടുത്തിട്ടുണ്ട് മോനെ. അമ്മയോട് മെഡിക്കൽ സ്റ്റോറിലെ കടക്കാരെ വിളിക്കുന്നു. വരുന്നു. പർച്ചേസ് ചെയ്ത സ്നാക്കി ഉണ്ടല്ലോ, എടുത്തില്ലായിരുന്നു. എടുത്തോണ്ട് വരട്ടെ. ഒരു കാര്യം ചെയ്യ്, തന്റെ കടയിരിക്കുന്ന കൊച്ചിനെ ആ സ്നഗ്ഗിയെ 4 നേരം ഇടാൻ പറ. ഒരു കുണുവാവ വന്നിരിക്കുന്നു. കുണുവാവ. വണ്ടി ഇറോ. സാറേ, ലൊക്കേഷൻ ഉണ്ട്. ഹലോ. ചേട്ടാ, ഉബർ ടാക്സി. ടാക്സിയോ? ഈ ഉബർ എന്താ വരാത്ത? KL 31J91 എന്തിനു മനുഷ്യനതോ. OTP എന്ന് പറയണേ. OTP KP ഉണ്ണിക്കണ്ണൻ പേരല്ല, OTP. അതെന്തുവാ? ഫോൺ അത് ബുക്ക് ചെയ്യുമ്പോ വരുന്ന OTP ഇല്ലേ, ഉബർ ബുക്ക് ചെയ്യുമ്പം. ആള് മാറിപ്പോയെന്ന് തോന്നുന്നു. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇങ്ങോട്ട് വിടാം. എവിടെ? ഇത് നിങ്ങൾ മാറിക്കയറിയതാ വണ്ടിക്കകത്ത്. എനിക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് എന്നെ ഇറക്കി വിടുന്ന. എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവിട്.
എനിക്ക് എന്റെ മോന്റെ വീട്ടിൽ പോകണം. അല്ല അമ്മാവ, ഇത് അമ്മാവൻ ബുക്ക് ചെയ്ത വണ്ടിയല്ല, വേറെ ബുക്ക് ചെയ്ത. ഞാൻ അബദ്ധവശം വിളിച്ച് കയറ്റിയത്, അത് മനസ്സിലാക്ക്. ഞാൻ തട്ടിക്കൊണ്ട് പോയെന്ന് മോനക്ക് കേസ് കൊടുക്കും. അമ്മാന്റെ വീട് എവിടാന്ന് പറ. മോനെ രാജേഷിനെ ഒന്ന് വിളിച്ചാ പറഞ്ഞു തരും അവൻ. അല്ല രാജേഷ് ആണോ? രാജേഷാണ്. അച്ഛൻ എന്നെ ഇവിടെ ഉണ്ടായിരുന്നേ. എവിടെ വീട്? എവിടാ വീട്? വീട് പമ്പിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ. ഹലോ ഹലോ രാജേഷേ, പറഞ്ഞു മുമ്പ് വിളിച്ചാളാ. ആ പമ്പ് ഏത് പമ്പാ? പെട്രോൾ അടിക്കുന്ന പമ്പില്ലയോ, ആ പമ്പിന്റെ ഓപ്പോസിറ്റ്. രാജേഷേ, പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തരുത്. ഇല്ല. ഈ പമ്പ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എന്റെ വീടിന്റെ ഫ്രണ്ടില്. കണ്ടാ അറിയോ വഴി വീട്? വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ വെള്ള പെയിന്റ് അടിച്ചൊരു വീടാ. എനിക്കറിയാം. പോകോ. ഞാനേ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകാം, നിങ്ങൾ നോക്കിയിട്ട് പറ ആ വീടാണോന്ന്. ഓക്കെ അമ്മാവണ്ടി, ഈ വീടാണോ നോക്കിയേ? ഇത് അതല്ല മോനെ, അതല്ല. ഇതാണോ? ഇത് ആ മേനെയുള്ള വീടല്ല. മോനെ, എനിക്കിപ്പോഴാ ഓർമ്മ വന്നത്. മോൻ എന്നെ വിളിച്ചോണ്ട് കണ്ടില്ലയോ? അതിന്റെ ബാക്കി കാണുന്ന എന്റെ വീട്. ഞാൻ മൂത്രം വെച്ച വെളിയിൽ ഇറങ്ങിയതാ. അങ്ങനെയുണ്ട്. മോനെ, ഇതാ എന്റെ വീട്. ഇതാ. ഇതാണോ വെള്ള? മോനെ, പൈസ തന്നില്ലെങ്കിൽ മോശമല്ലേ? മോൻ ഇത്രയൊക്കെ കടന്ന് ഓടിയതല്ലേ? അതൊന്നും കുഴപ്പമില്ല, അബദ്ധം പറ്റില്ല, കുഴപ്പമില്ല, പൊക്കോ. അത് കുഴപ്പമില്ല മോനെ, പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഓട്ടോക്കാർക്ക് 5 രൂപ കൊടുക്കുന്നത്. മോനായിട്ട് 10 ഇരിക്കട്ടെ. ചേട്ടാ, ഊബർ. എന്നാലും ഞാൻ വിളിക്കുന്ന ഊബർ ഒന്നും വരാത്ത എന്താ? പോകോ. ദൈവമേ, കാത്ത് രക്ഷിക്കണേ. ചേട്ടാ ഊബർ ചെയ്തായിരുന്നോ? ചെയ്തായിരുന്നു. ഉറപ്പാണേ? അതെന്തോ അങ്ങനെ ചോദിക്കുന്നേ? രാവിലെ വള്ളി, അതുകൊണ്ടാ. കേറി കേട്ടാ, വാ കേറിക്കോ. സിഗിന്റെ വേണം. ചേട്ടാ, സിഗരറ്റിന്റെ ഭയങ്കര വാടാകത്ത്. ആ AC ഒന്ന് ഓണാക്കിട്ടെ, ആ ജനൽ രണ്ടും ഒന്ന് തുറന്നിട്. ചേട്ടാ സോറി. പറ്റാത്തോണ്ടാ, കഷ്ടമുണ്ട്. സാറേ ഓക്കെ ആണോ? കുഴപ്പമില്ല. സോറി കേട്ടോ സാറേ. ചേട്ടാ, ഇങ്ങനത്തെ പാട്ടൊക്കെ കേൾക്കുമ്പോ എനിക്ക് എന്തോ വല്ലാത്ത പോലെ. ചേട്ടാ, ആ പമ്പാ ഗണപതി ഒന്ന് ഇടാൻ പറ്റുമോ? സോറി സാർ. ചേട്ടാ, അത് കുട്ടിശങ്കറിന്റെ ഫ്ലെക്സ് അല്ലേ? എനിക്ക് അറിയത്തില്ല കേട്ടോ, എനിക്ക് എല്ലാ ആനയും ഒരുപോലെ. എനിക്ക് ഈ പിണ്ടകളുടെ സൈസ് കണ്ടാൽ തന്നെ അറിയാം അത് ഏത് ആന ഇട്ടിട്ട് പോയാ. പോക്ക് കണ്ടിട്ടേ എവിടെ പുറത്തോട്ട് പോകാനുള്ള പേപ്പർ എടുക്കാൻ വേണ്ടി പോകാൻ തോന്നുന്നു. പുറത്തോട്ട് പോകാനോ? ഞാനോ? എന്റെ പൊന്നേട്ടാ, എനിക്ക് ഈ നാട്ടില് എന്റെ വീട്, കുളം, പുഞ്ച, വരമ്പ്, കുളം, നമ്മുടെ വീട്, നമ്മുടെ ബന്ധുക്കാരുടെ വീട്, അതുപോലത്തെ ഈ നല്ല സ്നേഹമുള്ള നാട്ടുകാര്, ഇതൊക്കെ വിട്ടിട്ട് എങ്ങനെയാ ചേട്ടാ ഞാൻ വേറൊരു രാജ്യത്ത് പോയി താമസിക്കുന്നത്? എന്താ പോലീസ് ഒക്കെ ആണോ? അയ്യോ, എങ്ങോട്ടാ ട്രിപ്പ് പോവായിരുന്നു? MDMA ആയിട്ടാണ് നീ ട്രിപ്പ് പോകുന്നത്. MDMA യോ? ഇങ്ങോട്ട് ഇറങ്ങടാ. നീയല്ല, അവൻ പുറകെ ഇരിക്കുന്നത്. ഇനി വാ. സാറേ, അതൊരു പാവാ. ഈ പാവത്തിന്റെ പേരിലേ 2 കൊലക്കുറ്റം, 4 പീഡനം, അത് ഈ 2 പോസ്കോ, പിന്നെ 4 സ്മഗ്ലിങ്ങും. ഇനി ഇറങ്ങടാ. സാറേ, അധികം സെർച്ചിങ് ഒന്നും വേണ്ട. എന്നാ സാധനം അതിലുണ്ട്. പിന്നെ തൂക്കി നോക്കി ഒന്നും സമയം കളയണ്ട. കറക്റ്റ് 1 കിലോ. അത് കേരള പോലീസിന് വലിയൊരു ഉപകാരമായി പോയെ. നീ പരോളിന് ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളടാ? പരോൾ ഇറങ്ങിയതാ, അത് കാര്യം ശരിയാ. എനിക്ക് ജാമ്യത്തിൽ ഇറങ്ങണ്ടായോ സാറേ? ഈ വക്കീലന്മാരൊക്കെ എന്തോരം പൈസ മേടിക്കുന്നു. അയ്യോ, അതുകൊണ്ട് പെട്ടെന്ന് പൈസ ഒപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. പുതിയ സ്കീം ആണോ? നിന്റെ സ്കീമൊക്കെ മാറ്റിക്കും കേട്ടോ. സാറേ, ഞാൻ ജീവിക്കാൻ വേണ്ടി വണ്ടി ഓടിക്കാറ്. അറിയാം. താൻ പൊക്കോ, കിട്ടേണ്ടതൊക്കെ നമുക്ക് കിട്ടി. സാറേ, പേരും ഡീറ്റെയിൽസ് എഴുതി പഠിക്കണ്ടായോ? വേണ്ടോ, താൻ കേട്ടോ. അമ്മേ, എനിക്ക് ജോലി കിട്ടി. എന്താ ഊബർ വരാത്തെ? സാർ അഖിലല്ലേ?